ആൻഡോ അഗസ്റ്റിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ട്. ആ വെല്ലുവിളി നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആരെങ്കിലും തന്നെ ഏറ്റെടുക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് മനോരമയോ അല്ലെങ്കിൽ മറുനാടൻ ഷാജനോ ഒക്കെ ഏറ്റെടുക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. നാടിനെ നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ സഹായിക്കണം എന്ന സർക്കാരിൻ്റെ ആവശ്യത്തിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന കുറ്റത്തിനാണ് ദിവസങ്ങളായുള്ള ഈ കല്ലേറും കുരിശേറ്റവും. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് പകരം ഇതേ കാര്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്ന കേരളത്തിലെ സഹമാധ്യമങ്ങളാണ് ഈ വേട്ടയാടലിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകം. കിട്ടിയ അവസരത്തിൽ റിപ്പോർട്ടർ ടിവിയെ കുഴിച്ചുമൂടാൻ ഓവർ ടൈം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ദിവസങ്ങളായി നിങ്ങൾ നൽകി വരുന്ന വാർത്തകളിലെ വസ്തുത തെളിയിക്കാൻ. ഇത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാർ ഇല്ല എന്ന് തെളിയിക്കാനാവുമോ? RBC എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ്. അത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ മറുനാടൻ ഷാജനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അപ്പോൾ കരാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ കരാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിച്ചാൽ നിങ്ങൾക്ക് കരാറ് കയ്യിലുണ്ടല്ലോ, അതങ്ങോട്ട് പുറത്തേക്ക് വിട്ടാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. വളരെ ലളിതമാണ്, കേൾക്കുമ്പോൾ എല്ലാവർക്കും ശരിയാണെന്ന് തോന്നും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഇതിൽ ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെൻറ്റ് നിങ്ങൾ പുറത്ത് ആർക്കും കൊടുക്കരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പോർഷൻ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ആൻഡോ അടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം ഞാനുമായി സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു വിടാൻ പറ്റില്ല. കാരണം ഇത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ 126 കോടി രൂപ തിരികെ കിട്ടണമെന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ആർബിട്രേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർബിട്രേഷൻ പോയിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു വയലേഷൻ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിയുടെ കാശ് ഇവരാരെങ്കിലും തിരിച്ചു കൊടുക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ചോദ്യത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയോട് നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത്, AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന് വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? അതായത് അതിലൊന്നും പിന്നെ കാര്യമില്ല, ഇവർക്ക് വായി തോന്നി എഴുതി വെക്കുന്നതാണ്. അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന് വാർത്ത നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിക്കുന്നത്. അടുത്തത്, മൂന്നാമത്തേത്, കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഷാജനൊക്കെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. കാരണം ഏതോ ഒരാളുടെ വോയിസ് ക്ലിപ്പ് എടുത്തു വെച്ചിട്ട് പുള്ളി പറയുന്നുണ്ട്, ഇത് നമുക്കറിയാമല്ലോ, പണമൊക്കെ ആരുടേതാണെന്ന് നമുക്കറിയാമല്ലോ എന്നാണ് പറയണത്. എന്നിട്ട് പുള്ളി പറയണത് അത് ഫാരിസ് അബൂബക്കറിൻ്റെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയോ ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ്. വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ആരാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. വെറുതെ ഒരാളുടെ വോയിസ് ക്ലിപ്പ് എടുത്ത് വെച്ച് വാർത്ത ചെയ്യുകയാണ്. കൂടാതെ മറ്റേ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കേരളത്തിലേക്ക് വരും, ആൻ്റെ ഇപ്പം തന്നെ പൊക്കിക്കൊണ്ടുപോകും, അവർക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് കിട്ടാത്തതാണ് എന്ന് പറഞ്ഞുള്ള വാർത്തകളൊക്കെയാണ് അയക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വാസ്തവം എന്താണ് രേഖ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ആൻഡോയെ ന്യായീകരിക്കുമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്താണ് അടിസ്ഥാനം എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ മതി. കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അടുത്തത്, പണം അയച്ചതിന് കേന്ദ്രാനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. ആദ്യം ഇവർ പറഞ്ഞിരുന്ന പണം അയച്ചോ ഇല്ലയെന്ന് അറിയില്ലെന്നാണ്. പിന്നെ പണം അയച്ചു സമ്മതിച്ചു, അപ്പോൾ കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരവും അവർക്കുണ്ടാകുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. കൂടാതെ AFAയിൽ നിന്നും 55 കോടി രൂപ RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതായത് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനിൽ 55 കോടി രൂപ തിരികെ കിട്ടി എന്ന് പറയുന്നൊരു വാർത്ത കൂടിയുണ്ട്. അത്തരം കാര്യങ്ങൾ തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അറിയുമോ എന്നാണ്. ആറാമത്തേതും ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോട്ടാഡ് എന്ന കമ്പനിയുമായി, ഗോട്ടാഡ് LLC എന്ന് പറഞ്ഞ കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. 6 ചോദ്യങ്ങളാണ് അവർ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുള്ള 6 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം തരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 100 ലക്ഷം രൂപ പാരിതോഷികം തരാൻ ആൻഡോ അഗസ്റ്റിൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, മനോരമ, 24, മാതൃഭൂമി, മീഡിയ 1 തുടങ്ങിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലെ ഏതെങ്കിലും ഒരു വാദം തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ 1 കോടി രൂപ പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്. വരുന്ന 48 മണിക്കൂറിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരുന്ന 48 മണിക്കൂറിൽ തുറന്ന സംവാദത്തിന് തയ്യാർ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ
പൂർണ്ണമായും എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാർ. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കും. ഒന്നുകിൽ നിങ്ങളുടെ ചാനലുകളിലേക്ക് ആൻഡോ അഗസ്റ്റിൻ വരും 48 മണിക്കൂറിനകം നിങ്ങൾ പറഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ചാനലിലേക്ക് ഇവരാരെങ്കിലും ചെന്നാലും മതി. ചെന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ്. അത് കഴിയില്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്ത് ആളെ ശിക്ഷിക്കാൻ ഇത് വെള്ളരിക്കപ്പട്ടണമല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഇത് ജനാധിപത്യ ഇന്ത്യയാണെന്നാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലൊരു സംവാദ ദിന ആശംസകൾ കൂടി ഞാൻ നേരുന്നു. കാരണം മറ്റാരും ഏറ്റെടുത്തില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മറുനാടൻ ഷാജൻ ഇത് ഏറ്റെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ബോച്ചയുമായിട്ടൊരു സംവാദത്തിന് ഇതുപോലെ തയ്യാറായിരുന്നു. എന്നിട്ട് ബോച്ച വരാതിരുന്നുകൊണ്ട് അദ്ദേഹം 11 മണി മുതൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലൈവൊക്കെ വിട്ടിരുന്നു. എന്താണെങ്കിലും ഈ 1 കോടി രൂപ ചലഞ്ച്, ഇപ്പോൾ 1 കോടി രൂപയൊന്നും പുള്ളിക്ക് വലിയ അത്യാവശ്യമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വെല്ലുവിളി സദയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ്. അല്ലാതെ മറ്റേ ശ്രീജിത്ത് പണിക്കരുടെയൊക്കെ മറ്റേ ഡയലോഗ് എടുത്തു വെച്ച് വീഡിയോ ചെയ്താൽ പോരാ. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞേക്കണത് ടെൻഡർ ക്ഷണിച്ചു, ഇതിന് ടെൻഡർ ക്ഷണിച്ചു എന്ന് പറയുന്നത് കാണിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ 2 കോടി രൂപ തരാമെന്നാണ്. ടെൻഡർ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതിനാരും. യഥാർത്ഥത്തിൽ ഇത് പാലം പണിയോ റോഡ് പണിയോ പോലെയുള്ള ഒരു പരിപാടിയല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതിനൊന്നും ടെൻഡർ ക്ഷണിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഗോട്ടാഡ് എന്ന് പറഞ്ഞ ഒരു LLP അവർ യഥാർത്ഥത്തിൽ ആദ്യം ഇങ്ങോട്ടൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഗവൺമെൻറ് നൽകിയാൽ യഥാർത്ഥത്തിൽ ആ പ്രൊജക്റ്റ് അവർക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് കൊടുത്തില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതൊരു പുതിയ പ്രൊജക്റ്റ് കൂടിയാണ്. കാരണം അവർ മെസ്സിനെ മാത്രം കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. ഇത് മെസ്സിയെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുമോ, അത്തരത്തിലുള്ള പ്രൊജക്റ്റ് ഏറ്റെടുക്കുമോ എന്ന് ആൻഡോ അഗസ്റ്റിനെയും റിപ്പോർട്ടർ TVയെയും അങ്ങോട്ട് സമീപിച്ചതാണെങ്കിൽ പിന്നെ ടെൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് റോഡ് പണിയോ പാലം പണിയോ പോലെയല്ല. ഓക്കെ, ഗവൺമെൻറ് നിയമപ്രകാരം ചിലപ്പോൾ ടെൻഡർക്ക് ആവശ്യം വരുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇത് പ്രത്യേക പ്രൊജക്റ്റായി എടുത്തുകൊണ്ട് തന്നെ അങ്ങനെ നിലവിൽ പോകേണ്ട ഒരു കാര്യമാണ്. കാരണം ആരെങ്കിലും കൊണ്ടുവരുമെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടൈസും അതിൻ്റെ മാർക്കറ്റിംഗ് സ്കിൽസും അത് ടൈം സ്ലോട്ടുകൾ സെല് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ആരെങ്കിലും വിചാരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ നടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ന്യായമായിട്ടുള്ള കാര്യം, നിയമപരമായി ചിലപ്പോൾ ടെൻഡർ വിളിക്കണമെന്നൊക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ന്യായമായിട്ടുള്ള കാര്യം, അത്തരത്തിലുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അത് എക്സംഷൻ കൊടുത്തുകൊണ്ട് പോലും ഇത് തയ്യാറാക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചോദിച്ചിട്ടുള്ള 6 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കോടി രൂപ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. 1 കോടി രൂപ കിട്ടും. കൂടാതെ നിങ്ങൾ ഇനി അതിന് തയ്യാറായില്ലെങ്കിലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ 48 മണിക്കൂറിനകം ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാകണം. അല്ലാതെ ഒരു പുകവറ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ കാലം മുന്നോട്ട് പോകാം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വിചാരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് കൂടി ഒരു വാക്കുള്ളത്, ശ്രീജിത്ത് പണിക്കർ മറ്റേ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഈ പറയുന്ന പോലെ സ്റ്റേജിലിരുന്ന് മറ്റേ ചിയർ ഗേൾസിൻ്റെ പണി കാണിക്കുന്നതിലൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആകെ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൊസീജിയർ ലാപ്സസ് ഉണ്ടായി എന്നാണ്. പക്ഷേ ആ പ്രൊസീജിയർ ലാപ്സസ് ഉണ്ടായി എന്നുള്ളതിനും ആകെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ N. പ്രശാന്തിൻ്റെ, അതായത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള N. പ്രശാന്തിൻ്റെ റിപ്പോർട്ട് മാത്രമാണ്. ആ റിപ്പോർട്ടല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പോലും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 22.68 കോടി രൂപയുടെ GST അടക്കാത്തത് വലിയ തട്ടിപ്പാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. തട്ടിപ്പാണെങ്കിൽ വെറുതെ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാനുള്ള ആർജവം ധനമന്ത്രി കൂടിയായിട്ടുള്ള VD സതീശൻ കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്നും നിങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ കൊടുക്കുന്നതിനെ തടയാമെന്നുമൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റുപറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളമാണ്. ഇനി റിപ്പോർട്ടർ TV ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ സത്യം പറയാൻ ഉണ്ടാകും എന്നുള്ളത് മറത്തു പോകരുത്. ഇതേ തന്ത്രങ്ങൾ തന്നെയാണ് BJPയും സംഘപരിവാറും ഒക്കെ തന്നെ കേന്ദ്രത്തിൽ പയറ്റിയത്. പക്ഷേ 2026 റിസൾട്ട് മറന്നു പോകരുത്. അന്ന് സോഷ്യൽ മീഡിയയിലെ കൊടുങ്കാറ്റാണ് യഥാർത്ഥത്തിൽ BJPക്ക് വലിയ വിനയായത് എന്നുള്ളത് മറക്കരുത്.